ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വുഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ബണ്ണീനെ ചെയ്തായിരുന്നു. ഇത് കുറേ നാൾ മുമ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സൈസിലുള്ള ഈ സർക്കിളിൻ്റെ സൈസിലുള്ള ഒരു ഗ്രീൻ കളർ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനത് സൈസ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കി എടുക്കണം, നടുക്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നടുക്ക് തുറന്ന് കഴിയുമ്പോൾ നടുക്കൊരു ഗ്യാപ്പ് വരും ഇതുപോലെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്ലവറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ പെറ്റൽസൊക്കെ ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഇനി നമുക്കതിൻ്റെ സ്റ്റെമ്മ് കുറച്ച് വീതി കൂട്ടി വരയ്ക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്ക് കളറൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ നടുക്കുന്ന് നമ്മളൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇത് കുറച്ച് നീട്ടത്തിൽ കട്ട് ചെയ്യണേ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് അതിലേക്ക് നമുക്ക് ഒട്ടിക്കാനായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യണത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഗ്രീൻ കളർ പേപ്പർ ഒന്ന് എടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ വേറൊരു പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുത്തതാണ് കേട്ടോ, കുറച്ചും കൂടെ ചെറുതാക്കാനായിട്ട്. ഇനി നമ്മുടെ ആ ഫ്ലവർ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തില്ലേ, അതൊന്ന് മുകളിലേക്കോ ഒന്ന് താഴത്തേക്കോ ആയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ നടുക്കുന്ന് കട്ട് ചെയ്തതുകൊണ്ട് ഒന്ന് മുകളിലേക്കോ ഒന്ന് താഴത്തേക്കോ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് പശ തേച്ചാൽ മതി, ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ ഒട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ചാണ് തേച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇതേ മുകളിലേക്കും താഴത്തേക്കും ആയിട്ടൊന്ന് ഒട്ടിച്ചിട്ടൊന്ന് ഞെക്കി കൊടുത്താൽ മതി, അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ ഫ്ലവർ നമുക്കിങ്ങനെ പൊങ്ങി വയ്ക്കും. അടുത്തത് നമുക്ക് ഗ്രാസാണ് വേണ്ടത്. ഗ്രാസിന് വേണ്ടിയിട്ട് വേറൊരു പച്ച കളർ പേപ്പർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പച്ച കളർ അങ്ങനത്തെ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പം ഒരു കളർ തന്നെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരേ കളർ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതുപോലെ കട്ട് ചെയ്ത് ചെറിയ റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്ത് ഇതുപോലെ ഗ്രാസ് പോലെ ആക്കണം. ഇനി നമ്മുടെ ഗ്രാസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരേ സൈസല്ലല്ലോ, അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പലതിനും പല സൈസായിട്ടാണ് കട്ട് ചെയ്യണത്. കുറച്ചെണ്ണം വലുതും കുറച്ചെണ്ണം ചെറുതും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കൂർത്ത ഒരു ഇത് വരുമല്ലോ, അതിനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യണത്. ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ എല്ലാം പല പല സൈസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അത് ഒട്ടിക്കണം. ഒട്ടിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ആ തുമ്പ് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതൊന്ന് മടക്കിയെടുക്കണേ. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ച് ഭാഗം മാത്രം ഒന്ന് മടക്കിയെടുക്കണേ. ഇനി നമ്മൾ അതിൻ്റെ മടക്കിയ ഭാഗത്തേക്ക് ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുകയാണേ. മടക്കി വെച്ചാലാണ് നമുക്കത് നേരെ ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അറ്റം മടക്കിയത്. എന്നിട്ട് നമ്മൾ ഗ്ലൂ തേച്ചിട്ട് പൂവിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ബാക്കിൽ മാത്രമായിരുന്നു കേട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലും കൂടെ ഒട്ടിച്ച്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വുഡിൻ്റെ പീസിൻ്റെ മുകളിലേക്ക് ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ നേരെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവറും ഗ്രാസും എല്ലാം നേരെ ഇരുന്നോളും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലവറും ഗ്രാസും ഒന്ന് നേരെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇരുന്നോളും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിത് ഡെസ്ക് ഡെക്കറായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ പൂവിൻ്റെ താഴെ വന്നേക്കുന്ന ആ ഒരു വൈറ്റ് പോർഷൻ കളയാനായിട്ടാണ് ഞാൻ ഫ്രണ്ടിലും കൂടെ ഗ്രാസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.